പാണക്കാട്ട് സമ്മർദ്ദം അണപൊട്ടിയപ്പോൾ ഹൈക്കമാൻഡിന്റെ പല മോഹന പ്രതീക്ഷകളും ചവറ്റുകൊട്ടയിൽ ഇടേണ്ടി വന്നു എങ്കിലും ജനവികാരം മാനിക്കാനും കൂടി അത് ഗുണം ചെയ്തു എന്നതാണ് വാസ്തവം. വിസ്മയം തീർത്ത പ്രതിപക്ഷ നേതാവ് വിസ്മയകരമായ നീക്കങ്ങളിലൂടെ മുഖ്യമന്ത്രി സ്ഥാനത്തും വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്ന ഒരു ചിത്രം. പാർട്ടിക്കുള്ളിലെ പ്രതിപക്ഷത്തെ കൂടെ നിർത്തുക എന്നത് വലിയൊരു ടാസ്ക് അല്ലേ? അത് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ കുതികാൽ വെട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ അങ്ങ് ഷൈൻ ചെയ്യാം എന്ന് വിചാരിച്ചാൽ പലരും ഊരിപ്പിടിച്ച വാളുമായി മറഞ്ഞു നിൽക്കുകയാണ്. നമസ്കാരം. കോൺഗ്രസ് ആണ്, ഗ്രൂപ്പുകളുണ്ട്, എല്ലാ കാലത്തും തർക്കങ്ങളും പിടിവലികളും പതിവാണ്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനമോഹം പരിധി വിട്ടുപോയ ഒരു കാലം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് മാത്രം. ഏതായാലും പാണക്കാട്ട് സമ്മർദ്ദം അണപൊട്ടിയപ്പോൾ ഹൈക്കമാൻഡിന്റെ പല മോഹന പ്രതീക്ഷകളും ചവറ്റുകൊട്ടയിൽ ഇടേണ്ടി വന്നു എങ്കിലും ജനവികാരം മാനിക്കാനും കൂടി അത് ഗുണം ചെയ്തു എന്നതാണ് വാസ്തവം. അങ്ങനെ വി ഡി സതീശൻ നമ്മുടെ മുഖ്യമന്ത്രിയാവുകയാണ്. സതീശനെ കാത്തിരിക്കുന്നത് കാലിയായ ഖജനാവും പ്രകടന പത്രികയിലെ മോഹന വാഗ്ദാനങ്ങളുമാണ്. ഒപ്പം കോൺഗ്രസിനകത്തെ ചേരിപ്പോരും NSSനെ പോലെ SNDP പോലെയുള്ള സമുദായ സംഘടനകളുടെ ആക്ഷേപശരങ്ങളും. വി ഡി സതീശൻ എങ്ങനെയായിരിക്കും ഈ കടമ്പകൾ ചാടിക്കടക്കാൻ പോകുന്നത് എന്ന് കണ്ടറിയാം. എനിക്കൊപ്പം ഈ സമയം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മോഹൻ വർഗീസ് ചേരുകയാണ്. സർ, നമസ്കാരം. നമസ്കാരം. വി ഡി സതീശന് മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല. മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിച്ചിരുന്ന മറ്റ് രണ്ടുപേർ, സതീശനൊപ്പം ഉണ്ടായിരുന്ന മറ്റു രണ്ടുപേർ അത്ര ചില്ലറക്കാരൊന്നുമല്ല. ലീഗിൻ്റെ കടുത്ത സമ്മർദ്ദവും വി ഡി സതീശൻ ക്യാമ്പിൻ്റെ മുറവിളികളും എല്ലാം കൂടി ആയപ്പോൾ ഹൈക്കമാൻഡിന് മുട്ടുമടക്കേണ്ടി വന്നു എന്നത് ശരിയാണ്. അങ്ങനെ ക്ലൈമാക്സിൽ സതീശൻ മുഖ്യമന്ത്രി കസേര ഉറപ്പാക്കിയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ രാഷ്ട്രീയപരമായും നയപരമായും വലിയ വെല്ലുവിളികളല്ലേ 5 വർഷക്കാലം വി ഡി സതീശന് ഇനി അഭിമുഖീകരിക്കേണ്ടി വരിക? മായ, വിസ്മയം തീർത്ത പ്രതിപക്ഷ നേതാവ് വിസ്മയകരമായ നീക്കങ്ങളിലൂടെ മുഖ്യമന്ത്രി സ്ഥാനത്തും വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്ന ഒരു ചിത്രം. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നാണല്ലോ പ്രമാണം. പക്ഷേ സ്റ്റാർട്ടിംഗ് ബ്ലോക്കിൽ എത്തി ലോഞ്ച് ചെയ്യാനാവാതെ കോൺഗ്രസ് പാർട്ടി 11 ദിവസമാണ് ഒരു സന്നിഗ്ധാവസ്ഥ സൃഷ്ടിച്ചത്. മുൻപൊരു സിനിമയിൽ അവാർഡ് കൊടുക്കുന്ന വേളയിൽ അവാർഡ് നിർണയ കമ്മിറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്. ആദ്യാവസാനം ജുഗുപ്സ നിലനിർത്തി പോകുന്ന ഒരു ചിന്ത. അപ്പം ജുഗുപ്സ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ മോശമായൊരു കാര്യമാണ്. ജുഗുപ്സ എന്നല്ല അവർ ഉദ്ദേശിച്ചത്, ജിജ്ഞാസ എന്നാണ് ഉദ്ദേശിച്ചത്. ജനം ജിജ്ഞാസപൂർവ്വം കാത്തിരുന്നു. പക്ഷേ ജുഗുപ്സാവഹമായ ഒരു കാലഘട്ടമായിരുന്നു 10 ദിവസം. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള 10-11 ദിവസങ്ങൾ കേരളത്തിൽ നടന്നത്, ഡൽഹിയിൽ നടന്നത്, പരസ്പരമുണ്ടായ വിഴുപ്പലക്കൾ, ചർച്ചകൾ, തെരുവിലേക്ക് നീണ്ട സമ്മർദ്ദങ്ങൾ, ഇതെല്ലാം തന്നെ കെട്ടടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇതാ വെള്ളപ്പുക വന്നിരിക്കുന്നു. അത് സതീശന് അനുകൂലമായ പുകയാണ്. അത് ഹൈക്കമാൻഡ് ഒരുപാട് കാര്യങ്ങൾ, ലീവിങ് നോ സ്റ്റോൺ അൺടേൺഡ്, ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തപ്പോൾ സതീശനോട് പറയാൻ ആഗ്രഹിച്ചത് ഇതാണ്: സതീശ, കുളമാക്കരുത്. വല്ലാതെ കഷ്ടപ്പെട്ടാണ് പിടിച്ചു കെട്ടി ഈ നിലയിലെത്തിച്ചത്. ഇനി ടീം UDF എന്ന് സതീശൻ പറയുന്നത് പ്രവൃത്തിയിൽ കാട്ടേണ്ട കാര്യമാണ്. കാരണം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്ന ടീം UDF അല്ല, ഭരണപക്ഷത്തെത്തുമ്പോൾ സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. സ്വാഭാവികമല്ലേ? ഘടകകക്ഷികൾ സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ കുതികാൽ വെട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ അങ്ങ് ഷൈൻ ചെയ്യാം എന്ന് വിചാരിച്ചാൽ പലരും ഊരിപ്പിടിച്ച വാളുമായി മറഞ്ഞു നിൽക്കുകയാണ്. അതെ, സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ. അതിനു മുമ്പ് തന്നെ പക്ഷേ നിയുക്ത മുഖ്യമന്ത്രിയെ പ്രതികൂലിക്കുന്ന അതൃപ്തരായ ഒരു വിഭാഗം കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് തന്നെ ഉണ്ട്. പാർട്ടിക്കുള്ളിലെ പ്രതിപക്ഷത്തെ കൂടെ നിർത്തുക എന്നത് വലിയൊരു ടാസ്ക് അല്ലേ? അത് കോൺഗ്രസ്സുകാരോട്, ശരാശരി കോൺഗ്രസ്സുകാരോട് ചോദിക്കൂ. പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പുകളില്ല, പാർട്ടിക്കുള്ളിൽ പ്രതിപക്ഷമില്ല, ടീം UDF ആണ്, ടീം കോൺഗ്രസ് ആണ്, ഞങ്ങൾ ഒറ്റക്കെട്ടായി പോകും. ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ എല്ലാവരും, ഉന്നത നേതാക്കൾ മുതൽ താഴെത്തട്ടിലുള്ളവർ വരെ ഒറ്റക്കെട്ടായിട്ട് പോകും. ഇത് പുറമേ പറയുന്നതാണ്. പക്ഷെ നമുക്കറിയാം
വി ഡി സതീശന് അനുകൂലമായി കാര്യമായ ഗ്രൂപ്പൊന്നുമില്ല എങ്കിൽ പോലും വി ഡി സതീശൻ്റെ ബാൻഡ് വാഗണിൽ ഇനി ചാടിക്കയറാൻ ഒരുപാട് പേരുണ്ടാവും. സമവാക്യങ്ങളൊക്കെ മാറി മറിയും. ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധി തീർച്ചയായും കെ സി വേണുഗോപാലാണ് എന്ന പ്രതീതിയിൽ നിന്നുകൊണ്ടാണ് കോൺഗ്രസ് സാമാജികർ 63 പേരിൽ മഹാഭൂരിപക്ഷവും 47 പേരോളം അവിടെ വേണുഗോപാലിനോടൊപ്പം നിന്നത്. പക്ഷേ അതിപ്പോൾ മാറിയേക്കാം. ഹൈക്കമാൻഡ് പച്ചക്കൊടി കാട്ടിയത് സതീശനാണ്. അതുകൊണ്ട് ഈ ബാൻഡ് വാഗൺ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ സതീശന് അനുകൂലമായി കുറെയെങ്കിലും മാറിയേക്കാം. അത് പറഞ്ഞപ്പോഴാണ് ചെന്നിത്തല ക്യാബിനറ്റിൽ നിന്ന് മാറി നിൽക്കും എന്ന തരത്തിൽ അനൗദ്യോഗികമായൊക്കെ വരുന്നുണ്ട്. ചെന്നിത്തല അങ്ങനെ പറഞ്ഞതായും കേൾക്കുന്നു. അങ്ങനെ അതിനൊരു സാധ്യത കാണുന്നുണ്ടോ? ഇനിയിപ്പോൾ അഥവാ അനുനയിപ്പിച്ച് ചെന്നിത്തലയെ കൊണ്ടുവരികയാണെങ്കിൽ ചെന്നിത്തല ആഭ്യന്തരം തന്നെ ആവശ്യപ്പെടില്ലേ? തർക്കം മുറുകിയപ്പോൾ ഈ 10 ദിവസത്തിനിടയിൽ തർക്കം മുറുകിയപ്പോൾ ചെന്നിത്തല സ്വാഭാവികമായി വിചാരിച്ചു, താനാണല്ലോ ഗുരുനാഥൻ, തൻ്റെ ശിഷ്യന്മാരാണല്ലോ കെ സി വേണുഗോപാലും വി ഡി സതീശനും. അങ്ങനെ ഇവർ തമ്മിലുള്ള തർക്കം മുറുകുമ്പോൾ നറുക്ക് തനിക്ക് വീഴും. സീനിയർ നേതാവെന്ന നിലയിൽ, ഭരണപരിചയമുള്ള ആളെന്നുള്ള നിലയിൽ, AICCയുടെ തലപ്പത്ത് മുൻപുണ്ടായിരുന്ന സംഘടനയുടെ എല്ലാമായിരുന്ന രമേശ് ചെന്നിത്തല സ്വാഭാവികമായി അങ്ങനെ പ്രതീക്ഷിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ സതീശനെ തിരഞ്ഞെടുത്തപ്പോൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടിയത് വേണുഗോപാലിനെ സമാധാനിപ്പിക്കാനല്ല, മറിച്ച് രമേശ് ചെന്നിത്തലയോട് റീസൺ ചെയ്യാനാണ്. രാഹുൽ ഗാന്ധിയുടെ റീസണിങ്ങിന് ആദ്യം വഴിപ്പെട്ടില്ല എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ടാണ് ഈ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി അനൗൺസ് ചെയ്ത ദിവസം തന്നെ CLP മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാതെ ഗുരുവായൂരേക്ക് പോകേണ്ടി വന്നത് അതുകൊണ്ടാണ്. എന്നിട്ട് തിരിച്ചു വന്നതിന് ശേഷം പോലും ഈ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനെ കാണാൻ ലേശം അമാന്തിച്ചു. അദ്ദേഹം വളരെ ശ്രമിച്ചിട്ടാണ് രമേശ് ചെന്നിത്തലയെ കണ്ടത് എന്നാണ് റിപ്പോർട്ടുകൾ. അവസാനം കണ്ടു, എല്ലാം പറഞ്ഞ് സെറ്റപ്പാക്കി, സിനിമാ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻ്റ് ആക്കി എന്ന രീതിയിലാണ് പുറത്തു വരുന്നത്. പക്ഷേ ആഭ്യന്തര വകുപ്പ് തനിക്ക് വേണം. അതോടൊപ്പം തന്നെ പിന്തുണച്ചിരുന്ന CLPയിലെ ചില അംഗങ്ങളെ കണ്ണായ മന്ത്രിസ്ഥാനങ്ങളിൽ തനിക്ക് കാണേണ്ടതുണ്ട്. ഈ 2 ഡിമാൻഡുകൾ എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയും? കാരണം ആഭ്യന്തരമില്ലാത്ത ഒരു മുഖ്യമന്ത്രി, ഇപ്പം സതീശൻ ഈ ദ പേഴ്സൺ വാണ്ടിങ് ചേഞ്ച്, ശക്തനായ മുഖ്യമന്ത്രിയാകണമെങ്കിൽ ആഭ്യന്തരത്തിൻ്റെ ചുമതല കൂടെ വേണം. മുൻപ് ഉമ്മൻചാണ്ടി ആഭ്യന്തര ചുമതല തിരുവഞ്ചൂരിന് വിട്ടുകൊടുത്തു, പിന്നീട് സാക്ഷാൽ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ വിട്ടുകൊടുത്തു. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇപ്പോൾ സതീശൻ ആഗ്രഹിക്കുന്നുണ്ടാവണം പോലീസിൻ്റെ നിയന്ത്രണമുള്ള, ക്രമസമാധാനത്തിന് ചുമതലയുള്ള, ഏറെ പഴി കേൾപ്പിച്ച വകുപ്പാണ് ആഭ്യന്തരം. രമേശ് ചെന്നിത്തലയുടെ മുൻകാലത്തും കാര്യങ്ങൾ വലിയ അത്ര ഭദ്രമൊന്നുമായിരുന്നില്ല. പലപ്പോഴും ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അഴിമതി ആരോപണങ്ങളൊന്നുമല്ല, മറ്റാരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തൻ്റെ തന്നെ നിയന്ത്രണത്തിലാകണമെന്ന് സ്വാഭാവികമായി വി ഡി സതീശൻ ആഗ്രഹിക്കും. പക്ഷേ അവിടെ ഒരു കടുത്ത വിലപേശൽ ഉണ്ടായേക്കാം. സത്യപ്രതിജ്ഞ വരെ ആ ജിജ്ഞാസ ആഭ്യന്തര മാർക്കായിരിക്കും. ഇനി ചെന്നിത്തല ആഭ്യന്തരം ലഭിച്ചില്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് വിട്ടു നിൽക്കുമോ? ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളിൽ കൂടുതൽ ആകാംക്ഷയും ജിജ്ഞാസയും അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ഈ UDFൻ്റെ മറ്റ് ഘടകകക്ഷികളുടെ കാര്യത്തിലുമുണ്ട് ഇപ്പോൾ ഈ കോൺഗ്രസ്സിലെ വകുപ്പുകളുടെ ആ തർക്കം, വരാൻ പോകുന്ന തർക്കം എന്ന് പറഞ്ഞ പോലെ തന്നെ ഘടകകക്ഷികളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് തങ്ങൾക്ക് വേണ്ട വകുപ്പുകൾ ഏതാണ് എന്താണ് എന്ന കാര്യത്തിലൊക്കെ. അതും ഒരു ടീം ലീഡർ എന്ന നിലയ്ക്ക് സതീശനെ വല്ലാതെ വലയ്ക്കുന്നൊരു വിഷയമാണ്. അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തെ ടീം ലീഡറിൻ്റെ മെയ്വഴക്കം പോരാ, മന്ത്രിസഭയുടെ തലപ്പത്തുള്ള ടീം ലീഡർക്ക് അവിടെയാണ് ഡിമാൻഡുകൾ വരുന്നത്. പ്രതിപക്ഷ നേതാവിന് അധികാരമൊന്നുമില്ല, എന്ത് ഡിമാൻഡാണ് വയ്ക്കാനുള്ളത്? പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ചെറിയ RSP പോലെയുള്ള ചെറിയ ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള ഡിമാൻഡുകൾ. ഇനി ചെറിയ കക്ഷികളെ തന്നെ പരിഗണിക്കാം. ഈ പാലായിൽ നിന്നും ജയിച്ചു വന്ന മാണി സി കാപ്പനുണ്ട്. CMPയുടെ ലേബലിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നും ജയിച്ചു വന്ന സാമാജികനുണ്ട്. അതുപോലെ ഒറ്റ അംഗ പാർട്ടികളുണ്ട്. KK രമ ഉണ്ട്. അത് ഒരുപക്ഷെ മന്ത്രിസഭയിൽ ചേരാൻ സാധ്യതയില്ലാത്ത ഒരാളാണ് KK രമ. അങ്ങനെയാണ് മുൻപ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ ഇനി സ്വതന്ത്രാംഗങ്ങളുണ്ട്. സുധാകരൻ ഉൾപ്പെടെയുള്ള സ്വതന്ത്രാംഗങ്ങളുണ്ട്. ഈ അനൂപ് ജേക്കബ് പിറവത്തു നിന്നും ജയിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ഏക അംഗ മന്ത്രിമാരെ അല്ലെങ്കിൽ ഏക അംഗ പാർട്ടികളെ എങ്ങനെയാണ് ഉൾക്കൊള്ളുക? ടേം വ്യവസ്ഥ ഉണ്ടാവുമോ? 2.5 വർഷം LDF പ്രവർത്തനക്ഷമമാക്കിയ ഒരു പന്ഥാവിലേക്ക് UDF നയിക്കപ്പെടുമോ? അതോ ഫുൾ ടേം കൊടുക്കാൻ തയ്യാറാകുമോ? RSPയുടെ മന്ത്രിക്ക് ഒരുപക്ഷെ ഫുൾ ടേം, അത് ഷിബു ബേബി ജോൺ ആകുമെന്നാണ് റിപ്പോർട്ടുകൾ. കേരള കോൺഗ്രസിൽ ഒരു മന്ത്രി ഉണ്ടാകുമോ? 2 മന്ത്രി ഉണ്ടാകുമോ?
രണ്ടാം മന്ത്രിക്ക് പകരം ഒരുപക്ഷെ ചീഫ് വിപ്പ് സ്ഥാനമാണോ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമാണോ അലോട്ട് ചെയ്യുക? അവരെന്ത് തരം വിലപേശലുകളിലേക്ക് നീങ്ങും? കമ്മ്യൂണിറ്റി ബാലൻസ് എങ്ങനെ ഉറപ്പാക്കാൻ കഴിയും? കാരണം ഒരുപക്ഷെ നായർ കമ്മ്യൂണിറ്റിക്ക് വലിയൊരു മേൽക്കൈ ലഭിക്കുന്നു, മുഖ്യമന്ത്രി ഉൾപ്പെടെ കണ്ണായ പല വകുപ്പുകളും ഉൾപ്പെടെ ലഭിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമായ ഈഴവ സമുദായത്തിന് അർഹമായ 27% അർഹമായ പ്രാതിനിധ്യം ലഭിക്കുമോ എന്ന ചിന്തയുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ഒരുപക്ഷെ അവർക്ക് ജനസംഖ്യാനുപാതികമായി ഉള്ള എണ്ണത്തേക്കാൾ കൂടുതൽ വരുമ്പോൾ മറ്റൊരു രീതിയിലുള്ള ആരോപണങ്ങൾ ഒരുപക്ഷെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വേണം വി.ഡി. സതീശൻ തീരുമാനമെടുക്കാൻ. സതീശൻ ഇപ്പോൾ എല്ലാവരുടെയും ആളാണ്. പക്ഷേ കാര്യം വരുമ്പോൾ, വിലപേശൽ വരുമ്പോൾ എങ്ങനെയാണ് കണ്ണ് ചുമ്മാതെ ഇത് നേരിടാൻ പോകുക എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യവുമാണ്. മറ്റൊന്ന്, ഈ 5 വർഷക്കാലവും സതീശനെ വല്ലാതെ വലയ്ക്കാൻ പോകുന്ന ആ ഒരു വെല്ലുവിളി ഉണ്ടല്ലോ, അത് ലീഗിന് വഴങ്ങി എന്നത് തന്നെയാണെന്ന്. അത് തന്നെ ആയിരിക്കില്ലേ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എക്കാലത്തും UDFിൻ്റെ കരുത്തുറ്റ സഹയാത്രികരായിരുന്നു, ഘടകകക്ഷിയാണ്. എപ്പോഴും UDFിലെ 2ാം സ്ഥാനീയർ ലീഗാണ്. ഇപ്പോൾ കോൺഗ്രസ് പലപ്പോഴും പല മണ്ഡലങ്ങളും പരാജയപ്പെടുമ്പോഴും ലീഗിൻ്റെ കുത്തക മണ്ഡലങ്ങൾ മലപ്പുറത്ത് ജയിച്ചു വരാൻ കഴിയുന്ന വലിയ സംഘടനാ സംവിധാനമുള്ള പ്രാദേശിക വേരുകളുള്ള കക്ഷിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതുമാത്രമല്ല, ടീം UDF എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംഭാവനകൾ വിസ്മരിക്കാനാവില്ല. മുസ്ലിം ന്യൂനപക്ഷത്തെ UDFിന് അനുകൂലമായി അണിനിരത്തിയതും തരംഗം കടന്നു വന്നത് അങ്ങ് വടക്ക് നിന്ന് തെക്കോട്ടാണ് UDF തരംഗം കടന്നു വന്നത് എന്നാണ് പൊതുവെയുള്ള നിഗമനം. അങ്ങനെയെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ റോൾ ഈവൻ ഷാഫി പറമ്പിൽ എന്ന കോൺഗ്രസ് നേതാവിനെ പോലും വലിയ ഇതിഹാസ നായകനാക്കി മലബാറിൽ അവതരിപ്പിച്ചത് മുസ്ലിം ലീഗ് കൂടിയാണ്. അതുകൊണ്ട് കോൺഗ്രസ് മുസ്ലിം ലീഗ് തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ തീർച്ചയായും വലിയ ഒരു വൈകാരിക തലത്തിലാണ്. അവിടെയാണ് കഴിഞ്ഞ തവണ UDF ഭരിച്ചപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ ലീഗ് 5ാം മന്ത്രി സ്ഥാനം ചോദിച്ചു. അങ്ങനെ മഞ്ചളാംകുഴി അലിയെ 5ാം മന്ത്രിയായി നിയമിച്ചു. അത് മുതലാണ് കേരളത്തിൽ ഒരുതരം സാമുദായികമായ ഒരു അസ്ഥിരത ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അതുമുതൽ, അതിന് മുൻപ് തന്നെ ഉണ്ട്. പക്ഷേ മുസ്ലിങ്ങൾ UDF അധികാരത്തിൽ വരുമ്പോൾ അനർഹമായ പ്രാതിനിധ്യം ചോദിച്ചു വാങ്ങുന്നു, ഭീഷണിപ്പെടുത്തി വാങ്ങുന്നു, സമ്മർദ്ദപ്പെടുത്തി വാങ്ങുന്നു എന്നെല്ലാം ഉള്ള നറേറ്റീവുകളുണ്ട്. അപ്പം ഇവിടെ വന്നിരിക്കുന്നത് ക്യാമ്പയിൻ സമയത്ത് മുസ്ലിം ലീഗ് വളരെ അച്ചടക്കത്തോടു കൂടി എല്ലാ പ്രകോപനങ്ങളെയും നേരിട്ടുകൊണ്ട് കമാന്നൊരക്ഷരം മിണ്ടാതെ സഹിച്ച് ക്ഷമിച്ചു നിന്നു. പക്ഷേ അവസാനം എന്താവും മുസ്ലിം ലീഗിൻ്റെ മൂശയിൽ യഥാർത്ഥത്തിൽ AK ആൻ്റണി 2 പതിറ്റാണ്ട് മുമ്പ് പറഞ്ഞ ഗദ്ഗത കണ്ഠനായി പറഞ്ഞൊരു കാര്യമുണ്ട്: എനിക്ക് എല്ലാ ഘടകകക്ഷികളുമായിട്ട് നേരിടാം, പക്ഷേ മുസ്ലിം ലീഗുമായി സംസാരിക്കുമ്പോൾ വലിയ സമ്മർദ്ദം അനുഭവപ്പെടുന്നു. അതുകൊണ്ട് കടുത്ത വിലപേശലാണ് സമുദായത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ലീഗ് എന്ന പാർട്ടി ചെയ്യുന്നത് എന്ന് പറഞ്ഞത് സാക്ഷാൽ AK ആൻ്റണിയാണ്. മാത്രമല്ല, ആൻ്റണി തിരൂരങ്ങാടി ഉപതെരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ കൂടെ വോട്ട് നേടി ലീഗിൻ്റെ തട്ടകത്തിൽ നിന്ന് ജയിച്ച് MLA ആയി മുഖ്യമന്ത്രിയായ ആൾ കൂടിയാണെന്ന് ഓർക്കണം ഉപതെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അവിടെ ലീഗിൻ്റെ ഒരു സ്ഥാനം ഇപ്പോൾ എന്താണ്? V.D. സതീശനെ പലപ്പോഴും ആളുകൾ ഇപ്പോൾ കാണുന്നത് മുസ്ലിം ലീഗ് ഹാൻഡ് പിക്ക് ചെയ്ത മുഖ്യമന്ത്രി. മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദമാണ് ആത്യന്തികമായി ഹൈക്കമാൻഡിൻ്റെ നറുക്ക് V.D. സതീശനിലേക്ക് എത്തി നിന്നത്. അല്ലെങ്കിൽ അത് രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ ആകുമായിരുന്നു. അപ്പം ലീഗ് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തു, വളരെ സൈലൻ്റായി. പക്ഷേ ശ്രീ മോഹൻ വർഗീസ്, ഇക്കാര്യം ഈ ലീഗിൻ്റെ ഈ സമ്മർദ്ദമുണ്ടല്ലോ, ഇത് BJPയോ ഇടതുപക്ഷമോ മാത്രമല്ല ഇനിയിപ്പോൾ ഉന്നയിക്കാൻ പോകുന്നത്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രതിപക്ഷമുണ്ടല്ലോ, സതീഷിനെതിരെ അതൃപ്തി പുകയുന്ന ഒരു വിഭാഗമുണ്ട്, സതീഷിനെതിരെ പ്രതികൂലമായി നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരായിരിക്കും ഇത് കൂടുതൽ ഉന്നയിക്കുക. ആ ഒരു സാധ്യത ആ രീതിയിലല്ല ഞാൻ കാണുന്നത്. കോൺഗ്രസിനുള്ളിലെ ഒരുപക്ഷെ നിരാശരായ ആളുകൾ, അല്ലെങ്കിൽ KC വേണുഗോപാലിനോട് കൂറിപ്പോഴും പുലർത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് KC വേണുഗോപാൽ തന്നെയാണ് എന്നിപ്പോഴും ചിന്തിക്കുന്ന ആളുകൾ, അവരൊക്കെ ഒരുപക്ഷെ മുസ്ലിം ഫാക്ടർ അല്ലായിരിക്കും. കാരണം ഈ ആളുകൾ ഉൾപ്പെടെ ലെജിസ്ലേറ്റീവ് പാർട്ടിയിൽ വന്നത് മുസ്ലിം വോട്ട് കൂടി നേടിയാണ്, മുസ്ലിം ഗുഡ് വില്ല് കൂടി അനുഭവിച്ചാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ പിണക്കാൻ ഇവരാരും തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇൻഡയറക്ട്ലി മുസ്ലിം ലീഗ് വരുത്താനിടയുള്ള സമ്മർദ്ദങ്ങൾ, അങ്ങനെ മന്ത്രിസഭയിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ വന്നാൽ അതൂതി പെരുപ്പിക്കാൻ ഒരുപക്ഷെ ഇതിനകത്ത് നിന്നുകൊണ്ട്
ഈ കെ സി വേണുഗോപാൽ പക്ഷം എന്ന് ഞാൻ പറയുന്നില്ല, കെ സി വേണുഗോപാലിനെ ഒപ്പം കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകൾ. അപ്പോൾ അവരിൽ രണ്ടുപേർ പൊതുമണ്ഡലത്തിൽ അങ്ങനെ ആഗ്രഹിച്ചിരുന്ന ആളുകൾ അത് തന്നെയാണല്ലോ കെ സിയുടെ പക്ഷം. അത് കെ സി പക്ഷം. നമ്മളിപ്പോൾ പക്ഷമെന്ന് കെ സിയോട് ചോദിച്ചാൽ പറയും അങ്ങനെ പക്ഷമില്ല, കോൺഗ്രസ്സുകാർ ആരും പറയില്ല പക്ഷമുണ്ടെന്ന്. പക്ഷേ നമുക്ക് വായിച്ചെടുക്കാവുന്നത് ഈ റാന്നി MLA പഴകുളം മധു ആദ്യ ടേം MLA ആണ്. അതേപോലെ തന്നെ ചടയമംഗലം MLA MM നസീർ ആദ്യം വെടിപൊട്ടിച്ചത് അദ്ദേഹമാണ്. ആദ്യം മിനിറ്റുകൾക്കുള്ളിൽ കെ സി വേണുഗോപാൽ അല്ല എന്നറിഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ സതീശൻ മുഖ്യമന്ത്രി ആവുമെന്ന് ഉറപ്പായപ്പോൾ പറയുകയാണ്, ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ വന്ന് ശ്രീ പഴകുളം മധു പറയുകയാണ്, കെ സി വേണുഗോപാലിനെതിരെ അനാരോഗ്യപരമായ പ്രചരണം സംഘടിതമായി ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായി. അത് VD സതീശനെതിരെ വിരൽ ചൂണ്ടുന്നതിന് തുല്യമാണ്. ആ രീതിയിൽ തൊട്ടു പിന്നാലെ തന്നെ MM നസീർ എന്ന ചടയമംഗലം MLA വന്ന് സമാനമായ രീതിയിൽ VD സതീശൻ മുഖ്യമന്ത്രിയായാൽ ആദ്യം ചെയ്യേണ്ടത് അന്വേഷണം നടത്തുക. ഈ കേന്ദ്രങ്ങൾ ആരാണ് എന്ന് അന്വേഷണം നടത്തുകയാണ്. സ്വാഭാവികമായി മായ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഫസ്റ്റ് ടേം MLA ആദ്യം പറയേണ്ട വാചകങ്ങളാണോ ഇത്? അപ്പോൾ എൻ്റെ മണ്ഡലത്തിലെ കാര്യങ്ങൾ താൻ മുഖ്യമന്ത്രിയോട് പറയും എന്ന് പറയുന്നതിന് പകരം ഗ്രൂപ്പ് കളിയാണോ ആദ്യ ടേമിലെ MLA? കേരളം നെറ്റിച്ചൊളിച്ച നിമിഷങ്ങളാണ്. ഇത് വരാനിരിക്കുന്ന സംഘർഷത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണോ? ലിജു ഉൾപ്പെടെയുള്ള ആളുകൾ ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചപ്പോൾ ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത് എന്താണ്? ഒരുപക്ഷേ സതീശൻ ഭാവിയിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ശരശയ്യയിലാവാനുള്ള സാധ്യതയില്ലേ എന്ന് ചിലരൊക്കെ ചിന്തിക്കുന്നു. ഇവരാരും മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തി പറയില്ല. കാരണം ഇവരുടെ എല്ലാം വിജയത്തിൻ്റെ പിന്നിൽ മുസ്ലിം ലീഗിന്, പ്രത്യേകിച്ച് മലബാറിൽ നിന്നുള്ള സതീശനെ ഒരുപക്ഷെ പിന്തുണയ്ക്കാൻ സാധ്യതയില്ലാത്ത ഏതെങ്കിലും MLA മാരുണ്ടെങ്കിൽ ഇവർക്ക് മുസ്ലിം ലീഗിനെ പിണക്കി ഒരു തീരുമാനമെടുക്കാനോ നിലപാടെടുക്കാനോ കഴിയില്ല. ഷാഫി പറമ്പിലെ ഫേസ്ബുക്ക് പേജിന് താഴെയൊക്കെ വരുന്ന കമൻറ്റുകളൊരു സൂചനയാണെങ്കിൽ, ഷാഫി പറമ്പിൽ, മിസ്റ്റർ പറമ്പിൽ, എങ്ങനെയാണ് താങ്കൾ കോൺഗ്രസിൻ്റെ വലിയ നേതാവായത്? അതിൽ മുസ്ലിം വോട്ട് വളരെ നിർണായകമായില്ലേ? താങ്കൾ പാലക്കാട് നിന്ന് വടകരയിലെത്തി ലോക്സഭയിൽ മത്സരിച്ച് വിജയിച്ചപ്പോൾ ആരാണ് താങ്കളെ തോളിലേറ്റി നടന്നത്? ഈ ചോദ്യത്തിന് മുന്നിൽ ഷാഫി പറമ്പിലും പതറും. അതുകൊണ്ട് അങ്ങനെ മുസ്ലിം ലീഗിനെ കോൺഗ്രസ് സാമാജികർക്ക് എതിർക്കാൻ പറ്റില്ല. പക്ഷേ കുന്തമുന ആക്ഷേപത്തിൻ്റെ പ്രധാന പ്രഭവകേന്ദ്രം ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും. കേരളം ഭരിക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗാവും. അങ്ങനെ മുസ്ലിങ്ങൾ കേരളം കൊണ്ടുപോകുന്നു എന്ന നറേറ്റീവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ മറ്റൊരു കാര്യമുണ്ട്. ഈ ലീഗിനെതിരെ എന്നും കടുത്ത വിമർശനം ഉന്നയിക്കുന്ന NSS ആവട്ടെ, SNDP ആവട്ടെ, അവരുടെ ഭാഗത്തു നിന്നുള്ള ആക്ഷേപശരങ്ങൾ അത് ഇന്നലെ തൊട്ട് വരാൻ തുടങ്ങി. വെള്ളാപ്പള്ളി നടേശൻ കാര്യമായി പറഞ്ഞില്ല എന്നേ ഉള്ളൂ, നേരത്തെ പറഞ്ഞിരുന്ന പോലെ പറഞ്ഞില്ല. പക്ഷേ സുകുമാരൻ നായർ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് ആവർത്തിക്കും. അത് തീർച്ചയായും ഒരു പ്രതിപക്ഷത്തിൻ്റെ റോളിൽ പ്രവർത്തിക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ BJPയും ഇടതുപക്ഷവുമാണോ അതോ സമുദായ സംഘടനകൾ ഉൾപ്പെടെയാണോ എന്ന ഒരു ഏർലി ഒരു സൂചനയാണ്. NSSന് ആദരണീയനായ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ഈ തലേ ദിവസം, അതായത് പ്രഖ്യാപനം വരുന്നതിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് മാധ്യമങ്ങളോട് പറയുന്നു, മുസ്ലിം ലീഗിൻ്റെ നിർബന്ധമാണ് ഹൈക്കമാൻഡിനെ തീരുമാനമെടുക്കുന്നതിൽ നിന്ന് വൈകിക്കുന്നത്. 11 ദിവസത്തെ ഡിലേയുടെ പ്രധാന വില്ലനായി G. സുകുമാരൻ നായർ ചിത്രീകരിക്കുന്നത് മുസ്ലിം ലീഗിനെയാണ്, അവരുടെ സമ്മർദ്ദത്തെയാണ്. വെള്ളാപ്പള്ളി നടേശൻ ആ രീതിയിൽ പറഞ്ഞില്ല എങ്കിൽ പോലും ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞ് സതീശനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞതിന് ശേഷം ആ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്ന് വന്ന വാക്കുകളും അത്ര ശുഭകരമായ സൂചനയല്ല. ആരാണേലും അംഗീകരിക്കും. വെള്ളാപ്പള്ളി നടേശൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു, 100 സീറ്റൊക്കെ കടന്ന് UDF പോയാൽ താൻ ജനറൽ സെക്രട്ടറി പദം രാജിവെക്കും എന്ന് വരെ അദ്ദേഹം ഒന്ന് പറഞ്ഞിരുന്നു. അതൊന്നും സംഭവിക്കില്ല എന്ന് നമുക്കറിയാം. അത് മാത്രം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനെ ഞാൻ പലതും പറയും, പല വികാരത്തുള്ളിൽ പലതും പറയും എന്നൊക്കെ പറഞ്ഞ് ഓടിച്ചു. പക്ഷേ അദ്ദേഹം അവഗണിക്കപ്പെടുന്നു. CPMൻ്റെ ഭരണകാലത്ത് പിണറായി വിജയൻ കൊണ്ട് നടന്നതുപോലെ സാമുദായിക നേതാക്കന്മാരെ, പ്രത്യേകിച്ച് NSS, SNDP നേതൃത്വത്തെ, NSS എന്ന് പറയാനാവില്ല, നേതൃത്വത്തെക്കുറിച്ച് മാത്രം, SNDP എന്ന് പറയാനാവില്ല, ഉന്നത നേതൃത്വത്തെക്കുറിച്ച് മാത്രം. അതുകൊണ്ട് ശരാശരി നായർ സമുദായാംഗവും ശരാശരി ഈഴവ സമുദായാംഗങ്ങളും ഒരുപക്ഷെ വേറിട്ട് ചിന്തിച്ചേക്കാം. സാമുദായിക മേലധ്യക്ഷന്മാരോട് ഇടപെടാൻ കുറച്ചുകൂടി മയത്തോടെ ഇടപെടാൻ VD സതീശൻ തയ്യാറാകുമോ? അത് തിണ്ണനിരങ്ങലായി വ്യാഖ്യാനിക്കുമോ? അങ്ങനെ ഒരു സന്ദർശനം ഉണ്ടായാൽ എനിക്ക് കാണണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് G. സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് മുഖ്യമന്ത്രിയെ കാണണ്ട, മുഖ്യമന്ത്രി സന്ദർശിക്കാൻ തയ്യാറാവുമെങ്കിൽ സ്വീകരിക്കുമോ? പെരുന്നയിൽ സ്വീകരിക്കപ്പെടുമോ? അത് മറ്റൊരു ചോദ്യമാണ്. സ്വന്തം സമുദായം, നായർ സമുദായത്തിൽ നിന്നും ഒരാൾ മുഖ്യമന്ത്രിയായിട്ട് വരുന്നു. 3 പേര് മത്സരിച്ചു, ഒരു നമ്പ്യാർ, ഒരു മേനോൻ, ഒരു നായർ.
ഈ മൂന്നും ഒരേ സമുദായമാണ്. അതിൽ ഈ മേനോനായ വി ഡി സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നു. ഓരോ നായർക്കും അഭിമാനിക്കാവുന്ന നിമിഷമാണ്. പക്ഷേ സമുദായം അദ്ദേഹത്തെ പൂർണ്ണമായി ഓൺ ചെയ്യുന്നില്ല എന്ന രൂപത്തിൽ സമുദായ മേലധ്യക്ഷൻ പറയുമ്പോൾ അത് വരികൾക്കിടയ്ക്കൂടെ വായിച്ചെടുക്കേണ്ടതുണ്ട്. ഭാവിയിൽ വരാനിരിക്കുന്ന വിമർശനങ്ങൾ, ഈ സംഘടനാപരമായുള്ള വെല്ലുവിളികൾ, അതൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിനപ്പുറത്ത് വി ഡി സതീശനെ കാത്തിരിക്കുന്ന വലിയൊരു വെല്ലുവിളിയുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. ഒട്ടും സാമ്പത്തിക അടിത്തറ ഇല്ലാത്തൊരു സർക്കാരാണ് നമ്മുടെ ഈ സർക്കാർ, അതിലൊരു തർക്കവുമില്ല. എങ്ങനെയാണ് ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഈ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കാനാവുക വരുന്ന സർക്കാരിന്? ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കെടുക്കാം KSRTC പോലെയുള്ള കാര്യങ്ങളൊക്കെ, KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര എന്നൊക്കെ. അതൊന്നും പാലിക്കുന്നില്ല, അതൊക്കെ വൈകിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ സമരം തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് സതീശൻ? പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് മാസ് ഡയലോഗ് അടിക്കാൻ എളുപ്പമാണ്. പുച്ഛപെറ്റ് കിടക്കുന്ന ഖജനാവ് എന്നൊക്കെ പറയുമ്പോൾ ജനം കൈയടിക്കും. പക്ഷേ UDF അധികാരത്തിൽ വന്നാലും ഈ ഫ്രീബി 5 ഗ്യാരൻറ്റികൾ, ഇന്ദിരാ ഗ്യാരൻറ്റി എന്ന പേരിലുള്ള സ്ത്രീകൾക്ക് സൗജന്യമായ KSRTC ബസ് യാത്ര, പെൺകുട്ടികൾക്ക് പഠിക്കാൻ 1000 രൂപ അഡീഷണൽ സ്റ്റൈപ്പൻഡ് എന്ന് വേണ്ട വിവിധങ്ങളായ പദ്ധതികൾ, ഇതിന് പണം കണ്ടെത്തേണ്ടതുണ്ട്. തനത് വരുമാനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്, പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. അത് കേരള സംസ്ഥാനത്തിൻ്റെ നികുതി വിഹിതത്തിൽ നിന്നും അർഹമായ കുറവ് ചെയ്ത് വിലവർധന ഒഴിവാക്കണമെന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ മുഖ്യമന്ത്രിയായപ്പോൾ തൻ്റെ തന്നെ ആവശ്യം നിറവേറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് ആർജവം ഉണ്ടാകുമോ? 3.5 രൂപ കൂടിയിരിക്കുന്നു. അതിൽ 2 രൂപയെങ്കിലും കുറച്ച് ന്യായമായ ഒരു തോതിൽ വില എത്തിച്ചു നിർത്താൻ വി ഡി സതീശൻ ശ്രമിക്കും. ആദ്യത്തെ ഒരു തീരുമാനങ്ങൾ വരേണ്ടതാണ്. ആശാ വർക്കർമാർക്ക് ഓണറേറിയം അത് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ആദ്യ മന്ത്രിസഭാ തീരുമാനം നമ്മൾ കാത്തിരിക്കുകയാണ്. മാത്രമല്ല പൊത്തുകടം ഭീതിതമായ രീതിയിൽ കുറയുകയാണ്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ്, പിണറായി വിജയൻ എപ്പോഴും പരാതിപ്പെട്ടിരുന്നു, ഫിസ്ക്കൽ ഫെഡറലിസം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു, കേന്ദ്രം അർഹമായ വിഹിതം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നില്ല. പക്ഷേ ബാഹ്യമായി നമ്മൾ ചിലപ്പോൾ പറയും CPMൻ്റെ നേതൃത്വത്തെ അല്ലെങ്കിൽ കോൺഗ്രസ് വിമുക്ത ഭാരതം ഉണ്ടാകാൻ വേണ്ടി, കേരളത്തിലെ കോൺഗ്രസിനെ വേരറക്കാൻ വേണ്ടി. മോഹൻ വർഗീസ് അത് പറഞ്ഞപ്പോഴാണ് ഈ കേന്ദ്രവുമായുള്ള ആ ഒരു ബന്ധം നല്ല രീതിയിൽ സഹകരിച്ച് പോകേണ്ടതുണ്ട്. അതിന് നമ്മുടെ സംസ്ഥാനത്തെ കോൺഗ്രസ് സർക്കാരിന് അത് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? കേന്ദ്ര വിരുദ്ധത ഒരുപക്ഷെ വോട്ട് നേടാൻ, BJP വിരുദ്ധത, കേന്ദ്ര വിരുദ്ധത, മോദി വിരുദ്ധത ഒക്കെ വോട്ട് നേടാനുള്ള, ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ആകർഷിക്കാനുള്ള തന്ത്രമായി കോൺഗ്രസ് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിച്ചിരിക്കാം. പക്ഷേ ഒരിക്കൽ അധികാരത്തിൽ വന്നാൽ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കേന്ദ്രവുമായി സഹകരിച്ച്, ഇപ്പം നമ്മൾ കണ്ടതാണ് PM ശ്രീയുടെ കാര്യത്തിൽ ഉൾപ്പെടെ ഈ സഹകരിക്കാൻ തയ്യാറായി CPMഉം പിണറായി വിജയനും വന്നപ്പോൾ CPI ഉടക്കിട്ട് അത് വേണ്ട എന്ന് വെച്ച് നമ്മൾ കണ്ടതാണ്. പക്ഷെ പ്രായോഗികമായ സഹായിക്കാവുന്ന മേഖലകളിൽ, സഹായം സ്വീകരിക്കാവുന്ന ഇടങ്ങളിൽ സഹായം സ്വീകരിക്കുകയും അതിന് സ്വീകരിക്കാൻ തയ്യാറാവും, പക്ഷേ സഹായിക്കാനും തയ്യാറാവണം കേന്ദ്രം. അത് ഞെരുക്കാൻ സംസ്ഥാനത്തെ ഞെരുക്കാൻ BJPക്ക് കേരളത്തിൽ 3 സീറ്റുകൾ ലഭിച്ചു. ഇതം പ്രഥമമായിട്ടാണ് നേമം, അതുപോലെ കഴക്കൂട്ടം, ചാത്തന്നൂർ സീറ്റുകൾ ലഭിച്ചു. അപ്പോൾ ഒന്നിൽ നിന്ന് 0 ആയി ഇപ്പോൾ 0-ൽ നിന്നും 3-ലേക്ക് വളർന്നിരിക്കുന്നു. വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ 15% അടുത്ത് മാത്രമാണ്. അത് ഏറെ പ്രതീക്ഷിച്ചു, അതത്രയും BJPക്ക് വന്നില്ല. കേന്ദ്രം കേരളത്തെ ചേർത്ത് പിടിക്കുന്നതായി കേരളത്തിലെ ജനതയ്ക്കും തോന്നണം. അപ്പോൾ ഇത് കോൺഗ്രസിനെ ശിക്ഷിക്കാൻ അല്ലെങ്കിൽ കേരള സർക്കാരിനെ പ്രതിബന്ധത്തിലാക്കാൻ കേന്ദ്രം മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ്സിന് തീർച്ചയായും കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയെടുക്കാവുന്ന കാര്യങ്ങൾ സതീശൻ ബലം പിടിക്കാതെ ഒരു തന്ത്രജ്ഞനായി നിന്നുകൊണ്ട് വാങ്ങാവുന്ന കാര്യങ്ങൾ മുട്ടുമടക്കാതെ തന്നെ, നട്ടല് വളയ്ക്കാതെ തന്നെ അർഹതപ്പെട്ട കാര്യങ്ങൾ വാങ്ങിയെടുക്കാൻ കഴിയുകയും വേണം. ശരി, വളരെ നന്ദി ശ്രീ മോഹൻ വർഗീസ് സംസാരിച്ചതിന്. ഏതായാലും 10 വർഷക്കാലത്തെ കോട്ടങ്ങൾ അത് നികത്തിക്കൊണ്ട് നാട് ആവശ്യപ്പെടുന്ന, ആഗ്രഹിക്കുന്ന ഒരു ഭരണം കാഴ്ചവെക്കാൻ സതീശനും ടീമിനും കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമസ്കാരം.